വെൽക്കം ടു മൈ ചാനൽ എൻ്റെ വഴികൾ. എല്ലാവർക്കും എൻ്റെ വഴികളിലേക്ക് സ്വാഗതം. നാസ്തികത പഠിപ്പിക്കാൻ പ്രായം ആവശ്യമില്ലാതിരിക്കെ, എന്നാൽ മതവിദ്യാഭ്യാസം കുട്ടികളിലാവരുത്, അത് പ്രായപൂർത്തിയായതിനു ശേഷം മതിയെന്ന ചില യുക്തിവാദികളുടെയും അയുക്തിവാദികളുടെയും വർഗീയവാദികളുടെയും വാദം എത്ര വിചിത്രമാണ്. ഒരു സമർത്ഥനായ പണ്ഡിതനൊരു അത്യസ്ത കൂടിയാണ്, അദ്ദേഹത്തോടൊരു കുട്ടിയൊരു ചോദ്യം ചോദിച്ചു. അത് നമുക്ക് ആ ചോദ്യം ഒന്ന് കണ്ടു നോക്കാം. What came first, the egg or the chicken? നമുക്കൊക്കെ ഈ ചോദ്യത്തിൽ നിന്നും എന്താണ് മനസ്സിലായത്? കോഴിയാണോ ആദ്യമുണ്ടായത്, അതല്ല കോഴിമുട്ടയാണോ ആദ്യമുണ്ടായത് എന്നല്ലേ. എന്നാൽ പണ്ഡിതനായ രവിചന്ദ്രന് എന്താണ് മനസ്സിലായതെന്ന് നമുക്ക് നോക്കാം. കോഴിയാണോ മുട്ടയാണോ എന്നുള്ള ചോദ്യമല്ല, ആ ചോദ്യം ചോദിക്കുന്നത് കോഴിയാണോ കോഴിമുട്ടയാണോ ആദ്യം ഉണ്ടായത് എന്നാണ് ചോദിക്കുന്നത്. ഇപ്പൊ കോഴിയാണോ മുട്ടയാണോ ആദ്യം ഉണ്ടായെന്ന ചോദ്യത്തിന് ഉറപ്പായിട്ട് നമുക്ക് പറയാം മുട്ടയാണെന്ന്. കാരണം എന്താണ്? കോഴി വരുന്നതിന് മുമ്പ് തന്നെ ജീവികൾ മുട്ടയിടുന്നുണ്ട് അല്ലേ? കോഴി വരുന്നതിന് മുമ്പ് വളരെ കടലിൽ വെച്ച് തന്നെ ജീവികൾ മുട്ടയിടുന്നില്ലേ? മീൻ മുട്ടയില്ലേ? മീൻ മുട്ടയെന്നൊക്കെ ഇട്ടില്ലേ? കോഴിയാണോ മുട്ടയാണോ ആദ്യമുണ്ടായത് എന്ന് ചോദിക്കരുത്. അങ്ങനെ ചോദിക്കുന്നത് തെറ്റാണെന്നാണ് രവിചേട്ടൻ്റെ മറുപടി. കാരണം കോഴി മുട്ടയിടുന്നതിന് മുമ്പ് തന്നെ, കോഴി ഉണ്ടാകുന്നതിന് മുമ്പ് തന്നെ കടലിലും മറ്റ് ഭൂമിയുടെ പല ഭാഗങ്ങളിലും മറ്റ് ജീവികൾ മുട്ടയിട്ടിട്ടുണ്ട്. അതുകൊണ്ട് കോഴിയാണോ മുട്ടയാണോ എന്ന ചോദ്യം ശരിയല്ല. അങ്ങനെ ചോദിച്ചാൽ ആദ്യമുണ്ടായത് മുട്ടയാണെന്ന ഉത്തരമാണ് ശരി. ഇതാണ് രവിചേട്ടൻ്റെ ആദ്യത്തെ കമൻറ്റ്. സത്യത്തിൽ ഇത്ര ദുർബലനായ ഒരു മനുഷ്യനോട് ഈ ചോദ്യം ചോദിക്കേണ്ടിയിരുന്നില്ല എന്ന് കുട്ടികൾ ചിന്തിച്ചിട്ടുണ്ടായിരിക്കണം. രവിചേട്ട, കോഴിക്ക് മുമ്പേ മുട്ടയിടുന്ന ജീവികൾ ഉണ്ടായിരുന്നു എന്നിരിക്കട്ടെ, എങ്കിൽ ആ കുട്ടികളുടെ ചോദ്യത്തിന് തെറ്റ് കാണാൻ സാധിക്കുമോ? കോഴികൾക്ക് മുമ്പ് ഏത് ജീവിയാണോ മുട്ടയിട്ടത്, ആ മുട്ടയാണോ ആദ്യം ഉണ്ടായത്, ആ ജീവിയാണോ ആദ്യം ഉണ്ടായത് എന്ന രൂപത്തിലേക്ക് ആ കുട്ടികളുടെ ചോദ്യം മാറുകയില്ലേ? അതിനല്ലേ രവിചേട്ടൻ ഉത്തരം നൽകേണ്ടത്? മനുഷ്യന് മുട്ടയിടുന്ന ജീവിയല്ലേ? നമ്മൾ മുട്ടയിടുന്ന ജീവിയാ? നമ്മള് ഇടുന്ന മുട്ടയാണ് ശരിക്കും ഈ ഓവം എന്ന് പറയുന്ന സാധനം. അണ്ടം എന്ന് പറയത്തില്ലേ? മെൻസ്ട്രുവേഷൻ എന്നൊക്കെ കേട്ടിട്ടില്ലേ? നിങ്ങൾ പഠിച്ചില്ലേ? ഇപ്പൊ എന്തോ അതെന്താണ്? അതെന്താ സംഭവിക്കുന്നത്? ബീജസങ്കലനം നടക്കാത്ത മുട്ടകൾ ആണ് നമ്മൾ ഇങ്ങനെ പുറത്തു വരുന്നതാണ് മെൻസ്ട്രുവേഷൻ എന്ന് പറയുന്നത്. നമ്മൾ മുട്ടയിടുന്ന ജീവി തന്നെയാണ്. ആ മുട്ടയിലാണ് ശരിക്കും ഈ സങ്കലനം നടക്കുന്നത്, ഫെർട്ടിലൈസേഷൻ നടക്കുന്നത് ആ മുട്ടയിലാണ്. മനസ്സിലായോ? നമ്മുടെ മുട്ട തന്നെ ആ എസൻസ്, ആ തുടക്കത്തിലെ ആ ആദിമമായ മുട്ട ഉണ്ടല്ലോ, ആ മുട്ട ഇങ്ങനെ പല ജീവികളിലൂടെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ മുട്ടയാണ് ആദ്യം. ഇപ്പോൾ ഒരു കാര്യം കൂടി നമുക്ക് മനസ്സിലായില്ലേ? രവിചേട്ടൻ വരെ ഉണ്ടായത് മുട്ടയിട്ടിട്ടാണ്. രവിചേട്ടൻ ഉണ്ടാവാനുള്ള മുട്ട ആദ്യം ഇട്ടത് മീനമാസത്തിലായിരുന്നു. അന്ന് രവിചേട്ടൻ്റെ വീട്ടിലിട്ട എല്ലാ മുട്ടകളും മീനത്തിലെ ചൂടുകൊണ്ട്, കടുത്ത ചൂടുകൊണ്ട് കലങ്ങിപ്പോയി. പിന്നീട് രവിചേട്ടൻ്റെ വീട്ടിലിട്ട മുട്ട തുലാമാസത്തിലായിരുന്നു. തുലാമാസത്തിലെ ശക്തമായ ഇടിയിൽ രവിചേട്ടൻ ഉണ്ടാവാനുള്ള മുട്ട ഒഴിച്ച് ബാക്കിയെല്ലാം കലങ്ങിപ്പോയി. ആ വർഷത്തിൽ ആകെ ബാക്കിയായത് രവിചേട്ടൻ ഉണ്ടാവാനുള്ള മുട്ട മാത്രമായിരുന്നു. അതുകൊണ്ടാണ് രവിചേട്ടന് ഇത്ര കുശാഗ്രബുദ്ധിയും അല്പമൊക്കെ വിഷവും കടന്നുകൂടിയത്. എന്നാൽ മുട്ടയിടുന്ന സസ്തനികളെക്കുറിച്ച് ഞാൻ ഗൂഗിളിലും മറ്റും പരതിയപ്പോൾ എനിക്ക് കാണാനായത് എക്കിറ്റ്ന പ്ലാറ്റിപ്പസ് എന്നീ രണ്ട് ജീവികളെക്കുറിച്ചാണ്. ഒരുപക്ഷെ വടക്കേ ഇന്ത്യയിലൊക്കെ ആയിരുന്നെങ്കിൽ ഒരുപക്ഷെ അണ്ടം എന്ന് പറയുന്നത് അണ്ട എന്ന് കേട്ട് അത് മുട്ടയായി മാറാൻ സാധ്യതയുണ്ട്. അങ്ങനെയാണെങ്കിൽ രവിചേട്ടൻ പറഞ്ഞത് ശരിയാണ്. ഇനി കോഴി എപ്പോഴാണ് ഉണ്ടായത് എന്നാണ് ചോദ്യം. ഇവിടെ വേറൊരു കാര്യമുണ്ട്, ശ്രദ്ധിച്ചാണ്. ഈ കോഴിമുട്ട എന്ന് പറയുന്നത് എന്താണെന്നൊരു ചോദ്യമുണ്ട്. വാട്ട് ഈസ് കോഴിമുട്ട? അത് കോഴിയിടുന്ന മുട്ടയാണോ കോഴിയെ ഉണ്ടാക്കുന്ന മുട്ടയാണോ? അതായത് ഒരു മുട്ടയുണ്ട്, അതിൽ നിന്ന് കോഴി ഉണ്ടായി, അതാണോ കോഴിമുട്ട? അതോ കോഴി ഇടുന്ന മുട്ടയാണോ കോഴിമുട്ട? ഇപ്പോൾ മനസ്സിലായല്ലോ, പ്രപഞ്ചത്തിൽ ആദ്യമായി ജീവികൾ ഉണ്ടായത് മുട്ടയിൽ നിന്നാണ്.
ആ മുട്ടകളുടെ നീണ്ടകാലത്തെ സഞ്ചാരത്തിൽ ഇടയിൽ എപ്പോഴോ ആണ് മനുഷ്യനും കോഴിയും ഒക്കെ ഉണ്ടായത്. അതുകൊണ്ടാണ് മനുഷ്യനും മുട്ടയിടാൻ തുടങ്ങിയത്. ഞാനിട്ടതല്ല മനുഷ്യൻ്റെ മുട്ട, അത് രവിച്ചേട്ടൻ ഇട്ടതാണെന്ന് എല്ലാവരും മനസ്സിലാക്കണം. പാഠം 1 കഴിഞ്ഞ് 2ാം ഭാഗത്തിൽ എന്താണ് രവിച്ചേട്ടൻ പറയുന്നതെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ വാട്ട് ഈസ് കോഴിമുട്ട എന്ന് നമ്മൾ ആദ്യം പഠിക്കണം. നമുക്ക് ആ വീഡിയോ കൂടി ഒന്ന് കാണാം. അത് കോഴിയിടുന്ന മുട്ടയാണോ കോഴിയെ ഉണ്ടാക്കുന്ന മുട്ടയാണോ? അതായത് ഒരു മുട്ട ഒരു മുട്ടയുണ്ട്, അതിൽ നിന്ന് കോഴി ഉണ്ടായി, അതാണോ കോഴിമുട്ട? അതോ കോഴി ഇടുന്ന മുട്ടയാണോ കോഴിമുട്ട? കോഴി ഇടുന്ന മുട്ടയാണോ കോഴി ഉണ്ടാവുന്ന മുട്ടയാണോ? ശരിക്കും മുട്ട എന്നാണ് ഇപ്പോൾ രവിച്ചേട്ടൻ്റെ ചോദ്യം. നമ്മൾ പറഞ്ഞ് കോഴി ഇടുന്ന മുട്ടയല്ല, കോഴി ഉണ്ടാവുന്ന മുട്ടയല്ല, കോഴി ഉണ്ടാക്കുന്ന മുട്ടയാണ് കോഴിൻ്റെ മുട്ടാന്ന്. കോഴി മുട്ടയിട്ടിട്ട് കോഴിയെ തന്നെ ഉണ്ടാക്കണം. അപ്പോ ഓക്കെ, കോഴി ഇടുന്ന മുട്ടയാണല്ലോ കോഴിമുട്ട ആണല്ലോ. കോഴിമുട്ട എന്ന് പറഞ്ഞാൽ എന്താ സാധനം? കോഴിയുടെ പതിപ്പെടുക്കാനായിട്ട്, അതിന്റെ ഒരു കോപ്പി എടുക്കാനായിട്ട് കോഴി ഉണ്ടാകുന്ന അത് ഫെർട്ടിലൈസ് ചെയ്യുമ്പോഴാണല്ലോ അടുത്ത കോഴി ഉണ്ടാവുന്നത്. അപ്പം ഒറിജിനൽ എന്ന് പറയുന്നത് കോഴിയാണ്, മുട്ട എന്ന് പറയുന്നത് അതിന്റെ പതിപ്പെടുക്കാനുള്ള സാധനമാണ്. അപ്പൊ ഒറിജിനൽ തന്നെ ആയിരിക്കുമല്ലോ ആദ്യം ഉണ്ടാവുന്നത്, അല്ലേ? ഉറപ്പല്ലേ? ഒറിജിനൽ ഇല്ലാതെ കോപ്പി ഉണ്ടോ? അപ്പൊ കോഴി ഇടുന്ന മുട്ടയാണ് കോഴിമുട്ടയെങ്കിൽ തീർച്ചയായിട്ടും കോഴി തന്നെയാണ്. ഇപ്പൊ ഈ ഭാഗം കൂടി കണ്ടപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായില്ലേ? കോഴിൻ്റെ ഡ്യൂപ്ലിക്കേറ്റ് പതിപ്പെടുക്കാൻ കോഴി ഉണ്ടാക്കുന്ന ആദ്യത്തെ കോപ്പിയാണ് കോഴിമുട്ട. ആ കോപ്പിയിൽ നിന്നാണ് പിന്നീട് പതിപ്പുകൾ ഇങ്ങനെ അടിച്ചുകൊണ്ടേയിരിക്കുന്നത്. എന്നിട്ടാ ഒരു സംശയം, പതിപ്പെടുക്കുമ്പോൾ ആ പതിപ്പിൽ അതിൻ്റെ അതേ രൂപവും അതേ കളറും അതേ പുള്ളികളോട് കൂടിയുള്ള കോഴിക്കുട്ടികളല്ല വരേണ്ടത്. അങ്ങനെയെങ്കിൽ ചേക്കോഴി എവിടെ നിന്നാണ് വന്നത്? പിടക്കോഴിൻ്റെ ആളെ നമ്മൾ കോപ്പി എടുക്കുന്നത്, പിടക്കോഴിയാണല്ലോ മുട്ടയിടുന്നത്. ഈ ചേക്കോഴി എവിടെ നിന്നാണ് വന്നത്? എന്തിനാണ് പൂവൻ കോഴിയുടെ ആവശ്യം എന്താണ്? അതുകൂടി പറയണ്ടേ രവിച്ചേട്ടൻ? ഇപ്പോൾ രണ്ട് രൂപത്തിലും കോഴി ഉണ്ടായി. ഇനി രവിച്ചേട്ടൻ്റെ കണക്കിൽ ഇനിയും എത്ര വിധത്തിൽ കോഴി ഉണ്ടാകുമെന്ന് നമുക്ക് നോക്കാം. ഞാൻ ഈ 2 തലങ്ങൾ പറഞ്ഞു, മൂന്നാമതൊരു തലം കൂടി. അതായത് ഈ ജീവികളെല്ലാം ഉണ്ടായിരിക്കുന്നത് ഈ പരിണാമത്തിൽ നമ്മൾ മനസ്സിലാക്കുന്ന ഒരു കാര്യം, എങ്ങനെയാണ് പരിണാമം സംഭവിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ റിച്ചർഡ് ഡോക്കിൻസ് എന്ന് കേട്ടിട്ടുണ്ടോ? അദ്ദേഹത്തിന്റെ ഗ്രേറ്റസ്റ്റ് ഓൺ എർത്ത് എന്ന് പറയുന്ന പുസ്തകമുണ്ട്, ദ ഗ്രേറ്റസ്റ്റ് ഓൺ എർത്ത്. അതിനകത്ത് അദ്ദേഹം ഒരു ഉദാഹരണം പറയുന്നുണ്ട്. ഞാനത് ലളിതവൽക്കരിച്ച് പറയാം. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട സിനിമാ നടൻ ഏതാ? വിജയ്. വിജയ് 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 തമിഴ് നടനല്ലേ? തമിഴ് നടനല്ലേ? അതെ. ഓക്കെ. ഈ വിജയുടെ പടങ്ങള്, വിജയുടെ അമ്മ പ്രസവിച്ചിട്ട് ആദ്യത്തെ 1 മണിക്കൂറിൽ ഒരു പടം എടുക്കുന്നു. ആദ്യത്തെ 1 മണിക്കൂർ പടം എടുക്കുന്നു. കുട്ടികളുടെ പടം എടുക്കാൻ പാടില്ല എന്നൊക്കെയാണ്, എന്നാലും നമ്മൾ ചുമ്മാ ഒളിച്ചിരുന്നൊരു പടം എടുക്കുന്നു. എന്നിട്ട് 3 ദിവസം കഴിഞ്ഞ് വേറൊരു പടം എടുക്കുന്നു, ഒരാഴ്ച കഴിഞ്ഞൊരു പടം എടുക്കുന്നു, 1 മാസം കഴിഞ്ഞൊരു പടം എടുക്കുന്നു, 5 മാസം കഴിഞ്ഞൊരു പടം എടുക്കുന്നു, 9 മാസം കഴിഞ്ഞും 1 വർഷം കഴിഞ്ഞൊരു പടം എടുക്കുന്നു. പിന്നെ ഓരോ മാസം തോറും പടം എടുത്തുകൊണ്ടേയിരിക്കുന്നു. എന്നിട്ട് ഇപ്പോഴത്തെ വിജയ്, ഏറ്റവും ലേറ്റസ്റ്റ് വിജയുടെ ഓരോ പടം എടുത്തിട്ട് ഇങ്ങനെ നിരത്തി വെക്കുന്നു, ഓരോ മാസം എടുത്ത പടം. എന്നിരിക്കട്ടെ, സങ്കല്പിക്കുക, ഇതിൽ 1-ാം ദിവസത്തെ വിജയും 2-ാം ദിവസത്തെ വിജയും തമ്മിൽ വലിയ വ്യത്യാസമൊന്നും കാണത്തില്ല. പക്ഷെ 1-ാം ദിവസത്തെ വിജയും ഒരാഴ്ച കഴിഞ്ഞ വിജയും തമ്മിൽ വ്യത്യാസം ഉണ്ടാവും, അല്ലേ? ഈ ഒരാഴ്ച കഴിഞ്ഞ വിജയും 1 മാസം പ്രായമുള്ള വിജയും തമ്മിൽ വ്യത്യാസം ഉണ്ടാവുമല്ലോ. ഈ 1 മാസം പ്രായമുള്ള വിജയും 1 വർഷം പ്രായമുള്ള വിജയും തമ്മിൽ വ്യത്യാസം ഭയങ്കരമായിട്ട് ഉണ്ടാവുമല്ലോ. 10 വയസ്സായ വിജയ് 1 വർഷം പ്രായമുള്ള വിജയിൽ നിന്ന് ഒരുപാട് വ്യത്യാസമുണ്ട്. പക്ഷെ തൊട്ടടുത്തിരിക്കുന്ന 2 തമ്മിൽ വ്യത്യാസം ഉണ്ടാവില്ല. 10 വയസ്സുള്ള വിജയും 10 വയസ്സും 1 ദിവസമുള്ള വിജയും തമ്മിൽ വലിയ വ്യത്യാസമില്ല. പരിണാമത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോഴും ഈ ചോദ്യം ചിന്തിക്കുമ്പോഴും ഇങ്ങനെയാണ് ചിന്തിക്കേണ്ടത്. ഈ കോഴി എന്ന് നമ്മൾ വിളിക്കുന്ന ഒരു ജീവി ഏതാണ്? കോഴി. കോഴിക്ക് മുന്നേ കോഴിയെ പോലെയുള്ള ജീവികളുണ്ട്, ഒരു പരമ്പരയുണ്ട്, ഒരു സീരീസ് ഉണ്ട്, ഒരു ട്രെയിൻ ഉണ്ട്. ഇവിടെ ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ വെച്ചായിരിക്കുമല്ലോ നമ്മൾ ആ ജീവിയെ കോഴി എന്ന് വിളിക്കുന്നത്. അതൊരു സീരീസ് ആണ്, കോഴിയെ പോലെയുള്ള പക്ഷികളുടെ ഒരു സീരീസ് ആണ്, ഇങ്ങനെ പോകുന്നത്. അതിൽ നമ്മൾ ഓരോരുത്തർ വരുമ്പോഴാണ് അതിനെ കോഴി എന്ന് വിളിക്കുന്നത്. അത് ഒറ്റ പക്ഷിയായിരിക്കില്ല, അതൊരു സീരീസ് ഓഫ് പക്ഷീസ് ആയിരിക്കും. ചിലപ്പോൾ
1,00,000 വർഷം അല്ലെങ്കിൽ ഒരു 10,000 വർഷം അതിനകത്ത് ഇങ്ങനെ ചെറിയ ചെറിയ മാറ്റങ്ങൾ, കൊക്കൊന്നൂടായി, കണ്ണൊന്നൂടായി, തൂവലൊന്നൂടായി, ഇങ്ങനെ മാറി മാറി, മുട്ട ഒന്നുകൂടെ കട്ടി കൂടി, കാൽസ്യം കൂടി, പല രീതിയിലുള്ള മാറ്റങ്ങൾ വന്ന് ഒരു പർട്ടിക്കുലർ പോയിന്റ് ആകുമ്പോഴാണ് നമ്മൾ കോഴി എന്ന് വിളിക്കുന്നത്. ആരോ വിളിച്ചു ദ കോഴി, ദ ഫസ്റ്റ് കോഴി. അങ്ങനെ ഒരു ഫസ്റ്റ് കോഴി ഇല്ല ഇവല്യൂഷനിൽ, കോഴീസ് ആണുള്ളത് അല്ലെ? കോഴിയെ പോലെ ഇരിക്കുന്ന എന്നാൽ പൂർണ്ണമായും കോഴി അല്ലാത്ത കോഴിയെ പോലെയുള്ള കോഴികൾ. ഈ മൂന്നാമത്തെ വേർഷനെ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ രവിചേട്ടൻ രാമായണത്തെയും അമർ ചിത്രകഥയെയും എന്തിനേറെ നമ്മുടെ തമിഴ് നടൻ വിജയിൻ്റെ കുട്ടിക്കാലം മുതലുള്ള ഫോട്ടോ എടുത്ത് വിജയ് പ്രായമാവുന്നവരുള്ള ഫോട്ടോയുടെ ഒരു കളക്ഷൻ തന്നെ രവിചേട്ടൻ എടുക്കുന്നുണ്ട്. രവിചേട്ട, ഇവിടെ വിജയിൻ്റെ രൂപമാറ്റമല്ല സംഭവിക്കുന്നത്, വിജയുടെ വളർച്ചയുടെ പല ഘട്ടങ്ങളാണ് സംഭവിക്കുന്നത്. അതാണോ പരിണാമം? ഒരു ജീവി അതിൻ്റെ വളർച്ചയുടെ പല ഘട്ടങ്ങളിൽ അതിൻ്റെ വളർച്ചയിലുണ്ടാകുന്ന മാറ്റങ്ങളെയാണോ പരിണാമം എന്ന് വിളിക്കുന്നത്, അതോ മറ്റൊരു ജീവിയാകുന്നതിനെയാണോ പരിണാമം എന്ന് വിളിക്കുന്നത്? ഈ ഒരു ജീവിയുടെ വളർച്ചയിലുണ്ടാകുന്ന മാറ്റങ്ങളെയാണ് അങ്ങ് പരിണാമം എന്ന് പറയുന്നതെങ്കിൽ അത് ഞങ്ങൾ അംഗീകരിക്കുന്നു, ഞാൻ അംഗീകരിക്കുന്നു. അതല്ല, അതൊരു മറ്റൊരു ജീവി ആയിത്തീരുന്നതിനെയാണ് അങ്ങ് പരിണാമം എന്ന് പറയുന്നതെങ്കിൽ അത് അംഗീകരിക്കാൻ കഴിയില്ല. എന്താ അറിയോ, ഈ തിയറി ഓഫ് ഇവല്യൂഷൻ അനുസരിച്ച് നമ്മൾ ഈ അമർ ചിത്ര കഥയൊക്കെ വായിക്കുമ്പോൾ അറിയാമല്ലേ, ഒരാള് ഒരു മഴു ഇടയിന്ന് വിറ വെട്ടിക്കൊണ്ടിരിക്കുമ്പോൾ മഴു നദിയിലേക്ക് തെറിച്ചു പോയി. ആ ഉടനെ നദീദേവത വന്നിട്ട് ഒരു സ്വർണ്ണ കോടാലി കാണിച്ചു. ഈ കഥയിൽ എന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ, മഴു തെറിച്ചു പോയി, കറക്റ്റ്, അയാളുടെ ഇരുമ്പാണ്. പെട്ടെന്ന് നമ്മൾ കാണുന്ന എന്താണ്, സ്വർണ്ണ കോടാലിയുമായിട്ടൊരു നദീദേവത പ്രത്യക്ഷപ്പെട്ടു. ഇതാണ് മതം, ഇതാണ് മതസാഹിത്യം എന്ന് പറയുന്നത്. ഒരിക്കലും ഇവല്യൂഷനിൽ ഇങ്ങനെ പ്രത്യക്ഷപ്പെടില്ല. അങ്ങനെ ഒരു വനദേവത അല്ലെങ്കിൽ ഒരു നദീദേവതയ്ക്ക് എന്ന് പറഞ്ഞ് ഇങ്ങനെ പ്രത്യക്ഷപ്പെടാൻ ഇവല്യൂഷനിൽ കഴിയില്ല. ഇവല്യൂഷൻ അതിന്റെ വിരുദ്ധമാണ്, അതിന്റെ ഓപ്പോസിറ്റ് ആണ്. ഇവല്യൂഷനിൽ ആ ഒരു വനദേവത അല്ലെങ്കിൽ നദീദേവത വരണമെങ്കിൽ ലക്ഷക്കണക്കിന് ദശലക്ഷക്കണക്കിന് വർഷങ്ങളുടെ പരിണാമത്തിലൂടെ ഉരുത്തിരിഞ്ഞു വരണം. ഇങ്ങനൊരു സംഗതി നടക്കില്ല. ടപ്പോ എന്ന് പറഞ്ഞൊരു സംഗതി ഇവല്യൂഷന് വിരുദ്ധമാണ്. നോ ടപ്പോ ഇൻ ഇവല്യൂഷൻ. ഇവല്യൂഷൻ വളരെ സ്ലോ സ്റ്റഡി ആയിട്ടുള്ള പ്രോസസ്സാണ്. അപ്പം ഈ കോഴി എന്ന് പറയുന്ന ജീവിക്ക് മുന്നേ ഉള്ള ജീവികളെ മുട്ടയിട്ടിട്ടുണ്ട്. അതൊന്നും നമ്മൾ കോഴി മുട്ടയായിട്ട് എടുക്കത്തില്ല. അത് കോഴിയെ പോലെ ഉള്ള എന്നാൽ കോഴി അല്ലാത്ത ജീവികളിട്ട മുട്ടകളാണ്. ആ മുട്ടകൾ ഒരു ഘട്ടം കഴിഞ്ഞ് വരുമ്പോ അതിടുന്ന കോഴി അല്ലെങ്കിൽ അത് ആ മുട്ട വിരിഞ്ഞുണ്ടാകുന്നതിനെ നമ്മൾ കോഴി എന്ന് വിളിക്കുകയാണെന്നുണ്ടെങ്കിൽ, അങ്ങനെയാണ് വിളിക്കുകയാണെന്നുണ്ടെങ്കിൽ ആ മുട്ടയിൽ നിന്നാണ് കോഴി ഉണ്ടായത്. അതാ നേരത്തെ പറഞ്ഞ് കോഴിയാണ് ഉണ്ടാകുന്നത്. ഇപ്പൊ ഞാൻ പറഞ്ഞ ആ ചോദ്യം 3 രീതിയിലാണ് എടുക്കുന്നത്. ആ മുട്ടയിൽ നിന്നാണ് കോഴി ഉണ്ടായത്. എന്നാൽ കോഴിമുട്ട എന്ന് പറയുന്നത് കോഴിയിടുന്ന മുട്ടയാണ് എന്ന് നിങ്ങൾ പറഞ്ഞാൽ കോഴിയാണ് ആദ്യം ഉണ്ടായത്. മനസ്സിലായി? അതായത് കോഴിയെ ഉണ്ടാക്കിയ മുട്ടയാണോ കോഴിമുട്ട, കോഴി ഇടുന്ന മുട്ടയാണോ കോഴിമുട്ട എന്ന് ആദ്യം അയാളോട് പറഞ്ഞ് എഴുതി വാങ്ങിച്ച് എന്നിട്ട് ഇതിന് ഉത്തരം പറയും. ഇപ്പൊ എന്തെല്ലാം കാര്യങ്ങൾ നോക്കണം. ആദ്യത്തെ ചോദ്യം മുട്ടയാണോ കോഴി, ചോദ്യം തെറ്റ്. ആ ചോദ്യം റീഫ്രെയിം ചെയ്യണം. എങ്ങനെ? കോഴിയാണോ കോഴിമുട്ടയാണോ അല്ലെ? പിന്നെ രണ്ടാമത്തെയാണ് ചോദിക്കേണ്ടത്, കോഴിയെ നിർമ്മിച്ച മുട്ടയാണോ കോഴിമുട്ട, അതോ കോഴി ഇടുന്ന മുട്ടയാണോ കോഴിമുട്ട? ഇതിനെല്ലാം മറുപടി വാങ്ങിച്ചിട്ട് കൃത്യമായ മറുപടി അവൻ ചോദിക്കുന്ന വ്യവസ്ഥ അനുസരിച്ച് കൊടുക്കണം. സീരീസ് ഓഫ് കോഴീസ് ആണ് സാറിൻ്റെ വിഷയമെങ്കിൽ സാർ കുട്ടികളെ പറ്റിക്കുകയാണ്. രവിചേട്ടൻ തന്നെ പറയുന്നു, ഒരു ജീവി മറ്റൊരു ജീവിയാകണമെങ്കിൽ ലക്ഷക്കണക്കിന് വർഷങ്ങളുടെ കാത്തിരിപ്പ് വേണമെന്ന്. അതിനിടയിൽ ആ ജീവിയിലേക്ക് എത്തുന്ന ഒരുപാട് ജീവി വർഗ്ഗങ്ങൾ ഉണ്ടാവണമെന്ന്. അപ്പോൾ ഒരു കോഴിയായി മാറുന്ന പ്രക്രിയക്കുള്ളിൽ കോഴിയെ പോലുള്ള ഒരുപാട് ജീവികളുടെ കാലഘട്ടങ്ങൾ കടന്നു പോകണം. അങ്ങനെ കടന്നു പോകുന്ന ഒരു സീരീസ് ഓഫ് കോഴികൾക്കിടയിൽ ആ ഓരോ കോഴിയെ പോലുള്ള ജീവികൾക്കും അതുപോലെയുള്ള ഒരുപാട് കാലഘട്ടങ്ങൾ കടന്നു പോകണം. അതിലെപ്പോഴെങ്കിലും ഒരിക്കലായിരിക്കണം ഒരു കോഴി ഉണ്ടാകുന്നത് രവിചേട്ടൻ്റെ കണക്ക് പ്രകാരം. അതായത് ഓരോ ജീവിയും ഒരു കോഴിയാവുന്നതിനിടയിൽ വരുന്ന ഒരു കോഴികളുടെ സീരീസിൽ നിന്നും ആ കോഴികളുടെ സീരീസിൽ പെടുന്ന ഓരോ ജീവികൾക്കും ഓരോ കോഴികൾക്കും ഓരോ കോഴിയെപ്പോലുള്ള ജീവികൾക്കും അതുപോലുള്ള അനേകം സീരീസുകൾ ഉണ്ടാവണം. ഒരു കോഴിയാവാൻ ലക്ഷക്കണക്കിന് വർഷം വേണ്ടി വരുന്നത് പോലെ ഈ കോഴിയുടെ സീരീസിലേക്ക് വരുന്ന കോഴിയെപ്പോലുള്ള ജീവികൾക്കും ഇതേ കാലയളവ് വേണം. അവരും വ്യത്യസ്ത കാലഘട്ടങ്ങളും വ്യത്യസ്ത രൂപങ്ങളും മാറിക്കൊണ്ടായിരിക്കണം വരുന്നത്. അങ്ങനെയെങ്കിൽ ഇന്നത്തെ ഭൂമിയുടെ ആയുസ് മതിയാവില്ല
ഒരു കോഴിക്ക് തന്നെ പരിണാമം സംഭവിക്കാൻ? ഭൂമിയിൽ കോടാനുകോടി ജീവിവർഗങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഇന്നും ലക്ഷക്കണക്കിന് അല്ലെങ്കിൽ കോടിക്കണക്കിന് തന്നെ ജീവജാലങ്ങളുണ്ട് ഭൂമിയിൽ. ഓരോന്നും രൂപമാറ്റം സംഭവിക്കാൻ ഈ പറഞ്ഞ കാലയളവ് എടുത്തിരുന്നെങ്കിൽ ഇതുപോലെയുള്ള 10 ഭൂമിയുടെ ആയുസ് മതിയാവില്ലായിരുന്നു ഓരോ ജീവജാലങ്ങൾക്ക്. ഇനി രവിച്ചേട്ടൻ പറഞ്ഞ പോലെ കോഴിയുടെ മുട്ടയാണ് പരബ്രഹ്മമെങ്കിലും, അതല്ല കോഴിയാണ് പരബ്രഹ്മമെങ്കിലും ഒരു പൂവിൻ്റെ ആവശ്യമുണ്ടാവുമായിരുന്നില്ല. ആദ്യം ഉണ്ടായ കോഴി തനിയെ മുട്ടയിടണം, ആ മുട്ട വിരിഞ്ഞ് പിടക്കോഴികൾ ഉണ്ടാവണം, വീണ്ടും ആ പിടക്കോഴി മുട്ടയിടണം, ആ മുട്ട വിരിഞ്ഞ് വീണ്ടും പിടക്കോഴികൾ ഉണ്ടാവണം. ഇതിങ്ങനെ തുടർന്നുകൊണ്ടേയിരിക്കണം. അതല്ല ആദ്യം മുട്ടയാണ് ഉണ്ടായതെങ്കിൽ ആ മുട്ട വിരിഞ്ഞ് കോഴിക്കുഞ്ഞുങ്ങൾ ഉണ്ടാവണം, ആ കോഴിക്കുഞ്ഞുങ്ങൾ വലുതായി അവർ വീണ്ടും മുട്ടയിടണം, ആ മുട്ടയിൽ നിന്ന് വീണ്ടും കോഴിക്കുഞ്ഞുങ്ങൾ ഉണ്ടാവണം, അത് വളർന്ന് വീണ്ടും കോഴിക്കുഞ്ഞുങ്ങൾ ഉണ്ടാവണം. ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കണം. ഇതിനിടയിൽ ഒരു ഫെർട്ടിലൈസറായ പൂവൻ കോഴിക്ക് സ്ഥാനമേ ഇല്ല. പിന്നെ എങ്ങനെയാണ് പൂവൻ കോഴി ഉണ്ടായത്? എന്തുകൊണ്ടാണ്? ആരാണ് പൂവൻ കോഴിയെ പിന്നീട് ഉണ്ടാക്കിയത്? രവിച്ചേട്ട, താങ്കൾ ഒരു കുട്ടിയുടെ ചോദ്യത്തിന് 3 ബാലിശമായ ഉത്തരങ്ങളാണ് നൽകിയത്. ശാസ്ത്രത്തിൻ്റെ ഉത്തരമായിരുന്നെങ്കിൽ, ശാസ്ത്രത്തിൻ്റെ കണ്ടുപിടുത്തമായിരുന്നെങ്കിൽ ഒരൊറ്റ ഉത്തരത്തിൽ അവസാനിപ്പിക്കാമായിരുന്നു. 3 ബാലിശമായ ഉത്തരങ്ങളിലൂടെ ശാസ്ത്രം പറയുന്നത് 3 അനുമാനങ്ങളോ 3 നിഗമനങ്ങളോ 3 സാധ്യതകളെയാണ്. ഇങ്ങനെ സാധ്യത പറയുന്ന ഒന്നിനെയാണോ ശാസ്ത്രം എന്ന് വിളിക്കേണ്ടത്? അത് സത്യം കണ്ടെത്തുന്ന ഒന്നിനെയാണോ ശാസ്ത്രം എന്ന് വിളിക്കേണ്ടത്? ശാസ്ത്രം ഒരിക്കലും സാധ്യതകളും അനുമാനങ്ങളും പറയുന്ന ഒന്നാവരുത്. തൊട്ടറിഞ്ഞ കാര്യങ്ങളെ നമുക്ക് മുന്നിലേക്ക് എത്തിച്ചേരുന്ന ഒന്നാവണം ശാസ്ത്രം. സാറ് പറഞ്ഞില്ലേ ഈ കോഴി ഇടുന്ന മുട്ടയാണ് കോഴിമുട്ടാന്ന്? അപ്പൊ ആദ്യം ഉണ്ടായ കോഴി ഏതാ? അതെങ്ങനെയാ ഉണ്ടായത്?